നക്ഷത്രമണ്ഡലത്തിലെ ഏറ്റവും ഐശ്വര്യപൂർണമായ നക്ഷത്രം, അതീവ തേജസ്സുള്ള പൂയം നക്ഷത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. എല്ലാ നക്ഷത്രങ്ങളിലും വെച്ച് ഏറ്റവും ഭാഗ്യവത്തായ നക്ഷത്രമായിട്ടാണ് പൂയത്തെ കണക്കാക്കുന്നത്. ബൃഹസ്പതിയാണ്, അതായത് വ്യാഴമാണ് ഇതിന്റെ ദേവത. ശനിയാണ് പൂയത്തിന്റെ അധിപൻ. പൂയം നക്ഷത്രക്കാരെ ഞാൻ വിശേഷിപ്പിക്കുന്നത് കുടുംബത്തിന്റെ തൂൺ എന്നാണ്. ശനിയാണ് അധിപനെങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് ഇവർക്ക് വലിയ വാശിയോ കോപമോ ഉണ്ടാകില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്വഭാവമായിരിക്കും. പൂയ നക്ഷത്രക്കാരെ കണ്ണുമടച്ച് വിശ്വസിക്കാം. ഏൽപ്പിക്കുന്ന ഏത് കാര്യവും ഇവർ ഭംഗിയായി പൂർത്തിയാക്കും. ഇവർക്ക് പണം കൈകാര്യം ചെയ്യാൻ പ്രത്യേക കഴിവുണ്ട്. ധൂർത്തടിക്കാത്ത, എന്നാൽ അത്യാവശ്യത്തിന് ചെലവാക്കുന്ന ഒരു പ്രകൃതമായിരിക്കും. പൂയം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ അമ്മയോട് പ്രത്യേക സ്നേഹവും കടപ്പാടും ഉണ്ടാകും. അമ്മയുടെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ വലിയൊരു സംരക്ഷണ കവചമാണ്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരെക്കാൾ പൊതുവിജ്ഞാനം ഈ നക്ഷത്രക്കാരിൽ കാണാം. ഇവർ ഏകാന്തപ്രിയരും പ്രകൃതി സൗന്ദര്യത്തിൽ തൽപരരുമാണ്. സ്വഗ്രഹത്തിൽ നിന്നും മാറി നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം വീട്, നാട്, തന്റെ അമ്മ, തന്റേതായ എല്ലാ വസ്തുക്കളോടും പ്രത്യേക മമത ഇവർ കാണിക്കും. പൂയ നക്ഷത്രത്തിന്റെ രാശിയാധിപൻ ചന്ദ്രൻ ആകയാലും കർക്കിടകം ജലരാശി ആയതിനാലും അഭാഭാവത്തിൽ ചന്ദ്രൻ നീചം ഭവിക്കുന്നതിനാലും ഇവർ ചഞ്ചല സ്വഭാവക്കാരായിരിക്കും. ഇവർ പൊതുവെ സഞ്ചാരപ്രിയരായിരിക്കും. പരാജയങ്ങൾ ഇവരെ തളർത്താറില്ല. ഇവർ സാധാരണയായി സഞ്ചാരം ഇഷ്ടപ്പെടുന്നവരാണ്. പുതിയ സ്ഥലങ്ങളും അനുഭവങ്ങളും ഇവരെ ആകർഷിക്കും. ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ ഇവരെ എളുപ്പത്തിൽ തളർത്താറില്ല. മറിച്ച് അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകാനുള്ള മനസ്സാണ് ഇവർക്കുള്ളത്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനും അവരുടെ വഴിയിലെ തടസ്സങ്ങൾ നീക്കി ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഇവർ തയ്യാറാകും. എന്നാൽ ചെറുതായ കാര്യങ്ങൾക്ക് പോലും മനസ്സ് അലോസരപ്പെടുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ചിലപ്പോൾ ചെറിയ വഴക്കുകൾക്കും ഇവർ ഇടയാകാം. നക്ഷത്രാധിപനായ ശനിയുടെ സ്വഭാവം ഇവരുടെ സ്വഭാവത്തിലും പ്രതിഫലിക്കും. ഒരു ഗൗരവവും ഉത്തരവാദിത്ത ബോധവും ഇവരിൽ കാണാം. ദേവപൂജയോടും അശരണരെ സഹായിക്കുന്നതിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. സഹോദരങ്ങളുമായി അടുത്ത ബന്ധം എല്ലായ്പ്പോഴും ശക്തമായിരിക്കണമെന്നില്ല. ഭൂമിയുമായി ബന്ധപ്പെട്ട ഗുണങ്ങളും കുറവായിരിക്കും. ആരോഗ്യപരമായി രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. ഭക്ഷണപ്രിയരായതിനാൽ ചിലപ്പോൾ ധനനഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ മികച്ച സംസാരശേഷിയും ലക്ഷ്യങ്ങൾ നേടാനുള്ള കഴിവും ഇവരെ മുന്നോട്ട് നയിക്കും. കർക്കിടക രാശിയുടെ പ്രതീകമായ ഞണ്ടിനെ പോലെ ഇവർ ലക്ഷ്യത്തെ ഉറച്ചു നോക്കി മുന്നേറും. കലയോട് ഒരു പ്രത്യേക അഭിരുചിയും ഇവർക്കുണ്ട്. സൗന്ദര്യത്തെ വ്യത്യസ്തമായി കാണാനും വിലയിരുത്താനും ശ്രമിക്കും. ശത്രുക്കളിൽ നിന്ന് ചാതുര്യത്തോടെ ഒഴിഞ്ഞു മാറാനും എതിർപ്പുകൾക്ക് മനസ്സിൽ തന്നെ ശക്തമായി പ്രതികരിക്കാനും ഇവർക്ക് കഴിയും. ഇവർ കഴിഞ്ഞ സംഭവങ്ങളെ വലുതാക്കി ഓർമ്മയിൽ സൂക്ഷിക്കുന്ന സ്വഭാവമുള്ളവരാണ്. എന്ത് പ്രവൃത്തിയിലും സ്വന്തം ലാഭനഷ്ടം കണക്കാക്കി മാത്രമേ മുന്നോട്ടു പോകാറുള്ളൂ. എന്നാൽ ഒരിക്കൽ ഏതെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുമാണ്. ഇവരിൽ ബഹളമില്ലാത്ത സ്വഭാവം, കുലീനത്വം, സദ്ഗുണങ്ങൾ, ജന്മസൗമ്യത, ധർമ്മബോധം എന്നിവ വ്യക്തമായി കാണാം. ശാന്തവും നിയന്ത്രിതവുമായ ഒരു സമീപനം ഇവരുടെ പ്രത്യേകതയാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സാധാരണയായി മൃദു സ്വഭാവികളും ഭർത്താവിനോടുള്ള ആത്മാർത്ഥതയും അച്ചടക്കവും ബഹുമാനവും സത്യസന്ധതയും പുലർത്തുന്നവരായിരിക്കും. എന്നാൽ ദാമ്പത്യ ജീവിതം ചിലപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ സുഖകരമാകാതെ ചില ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് 38 വയസ്സിന് ശേഷം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമായി വരാം. ഗൃഹസംബന്ധമായ അസൗകര്യങ്ങളും രക്തസംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലകളിലും, പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ, ആരോഗ്യ പരിപാലനം, പ്രഭാഷണം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. പൂയ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാധാരണയായി ശനിദശയിൽ തന്നെയാണ് ജീവിതം ആരംഭിക്കുന്നത്. ശനിയുടെ സ്വഭാവം പോലെ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്തവും സഹനവും പഠിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ ഇവർ വളരുന്നു. കഠിനമായ സാഹചര്യങ്ങൾ വന്നാലും അവയെ നേരിട്ട് ഏറ്റുവാങ്ങി മുന്നോട്ടു പോകാൻ ഇവർ പഠിക്കുന്നു. ജനനത്തിന് ശേഷം ഏകദേശം
19 വർഷം ശനിദശ, തുടർന്ന് ബുധൻ 17 വർഷം, കേതു 7 വർഷം, ശുക്രൻ 20 വർഷം, സൂര്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം, ചൊവ്വ 7 വർഷം, രാഹു 18 വർഷം, പിന്നെ വ്യാഴം 16 വർഷം. ജീവിതം ഈ ഘട്ടങ്ങളിലൂടെ മാറിക്കൊണ്ടിരിക്കും. ഓരോ ദശയും വ്യത്യസ്ത അനുഭവങ്ങളും പാഠങ്ങളും നൽകും. ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന എല്ലാ ദശാകാലങ്ങളും വയസ്സും ഒരു പൊതുവായ കണക്കുകൂട്ടലാണ്. ഓരോ വ്യക്തിയുടെയും ജനന സമയം, തീയതി, സ്ഥലം എന്നിവ അനുസരിച്ച് ദശകൾ തുടങ്ങുന്ന പ്രായത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കൂടാതെ ജാതകത്തിലെ ഗ്രഹനിലയും യോഗങ്ങളും ഈ ഫലങ്ങളെ സ്വാധീനിക്കും. അതിനാൽ കൃത്യമായ വ്യക്തിഗത ഫലങ്ങൾക്കായി ഒരു വിദഗ്ധ ജ്യോതിഷിയുടെ ഉപദേശം തേടുക. പൂയം നക്ഷത്രക്കാർ എല്ലാവരും 19 വർഷത്തെ പൂർണ്ണമായ ശനിദശയിൽ ജനിക്കുന്നില്ല എന്നത് ഒരു വലിയ സത്യമാണ്. ജനിക്കുമ്പോൾ ചന്ദ്രൻ പൂയം നക്ഷത്രത്തിന്റെ ഏത് ഡിഗ്രിയിലാണോ നിൽക്കുന്നത് അതനുസരിച്ചിട്ടാണ് ജനന സമയത്തെ ദശാശിഷ്ടം കണക്കാക്കുന്നത്. മിക്കവരും പൂയ നക്ഷത്രത്തിന്റെ അവസാന ഭാഗത്തായി ജനിക്കുമ്പോൾ ശനിദശയുടെ കുറച്ചു ഭാഗം മാത്രമേ അവർക്ക് ലഭിക്കൂ. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ദശകൾ നേരത്തെ വരുന്നു. പൂയം നക്ഷത്രക്കാരുടെ ജീവിതം ഒരു സെൽഫ് മെയ്ഡ് യാത്രയാണ്. തുടക്കത്തിൽ ചെറിയ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും കാലം ചെല്ലുന്തോറും ഇവർ ജീവിതത്തിന്റെ ഉന്നതിയിലെത്തും. ആദ്യ വിവാഹം പലപ്പോഴും കുടുംബത്തിന്റെയോ സാഹചര്യത്തിന്റെയോ സമ്മർദ്ദത്താലോ, അതായത് ശനിദശയുടെ അവസാനത്തിലായിരിക്കും മിക്കവാറും, പെട്ടെന്നെടുക്കുന്ന തീരുമാനമായിരിക്കും. എന്നാൽ ബുധദശയിലേക്ക് കടക്കുമ്പോൾ പൂയം നക്ഷത്രക്കാർ കാര്യങ്ങളെ വളരെ യുക്തിപരമായി വിശകലനം ചെയ്യാൻ തുടങ്ങും. ഈ ബന്ധം എന്നെ മാനസികമായി പോഷിപ്പിക്കുന്നുണ്ടോ എന്ന് അവർ സ്വയം ചോദിക്കാൻ തുടങ്ങും. തൃപ്തികരമല്ലെങ്കിൽ അവർ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ മടിക്കില്ല. ആദ്യ വിവാഹത്തിൽ പങ്കാളിയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ആഴത്തിലുള്ള വൈകാരിക സ്നേഹം ലഭിച്ചില്ലെങ്കിൽ അവർക്ക് ആ ബന്ധത്തിൽ തുടരാൻ വലിയ പ്രയാസമായിരിക്കും. ഈ പ്രായത്തിൽ പൂയ നക്ഷത്രക്കാർ തങ്ങളുടെ കരിയറിൽ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടാകും. ശനിദശയിൽ അവർ അനുഭവിച്ച കഠിനാധ്വാനത്തിന്റെ ഫലം ബുധദശയിൽ അവർക്ക് ലഭിക്കും. സാമ്പത്തികമായി ഭദ്രത കൈവരിക്കുമ്പോൾ സന്തോഷമില്ലാത്ത ഒരു ബന്ധത്തിൽ ഞാൻ എന്തിനാണ് തുടരുന്നത് എന്ന ചോദ്യം അവർക്ക് വലിയൊരു ധൈര്യം നൽകുന്നു. ഈ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് പലപ്പോഴും രണ്ടാം വിവാഹത്തിനുള്ള തീരുമാനത്തെ എളുപ്പമാക്കുന്നത്. പൂയം കർക്കിടക രാശിയിലാണ്, അതായത് ചന്ദ്രന്റെ രാശിയിലാണ്. ചന്ദ്രൻ മനസ്സിനെ സ്വാധീനിക്കുന്നു. ഇവർ വളരെ പെട്ടെന്ന് വൈകാരികമായി അസ്വസ്ഥരാകുന്നവരാണ്. ആദ്യ വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പലപ്പോഴും ഇവർക്ക് പങ്കാളിയുമായി മാനസികമായ ഒത്തുപോക്ക് ലഭിക്കാറില്ല. 26-36 വയസ്സിനിടയിൽ അവർക്ക് പുതിയൊരു സൗഹൃദമോ പ്രണയമോ ലഭിച്ചാൽ പഴയ ബന്ധത്തേക്കാൾ പുതിയ ബന്ധത്തിന് ഇവർ മുൻഗണന നൽകും. ഞാനിത് പല ജാതകങ്ങളിലും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ലഗ്നത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയോ 7ാം ഭാവം, അതായത് വിവാഹസ്ഥാനം, ബുധന്റെയോ ശനിയുടെയോ സ്വാധീനത്തിൽ പെടുകയോ ചെല്ലുമ്പോൾ ഈ സാധ്യത വളരെ കൂടുതലാണ്. പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയാണ്. അതുകൊണ്ട് തന്നെ ജനനം മുതൽ ഏകദേശം 5-7 വർഷം നീണ്ടു നിൽക്കുന്ന ശനിദശ എന്നത് ഇവരുടെ ജീവിതത്തിന്റെ അസ്ഥിവാരമിടൽ കാലമാണ്. മിക്ക നക്ഷത്രങ്ങൾക്കും ശനിദശ ഒരു വലിയ പരീക്ഷണമായിരിക്കും. എന്നാൽ പൂയം നക്ഷത്രക്കാർക്ക് ഇത് ഒരു ഗുരുവിനെ ലഭിച്ച പോലെയാണ്. കാരണം ശനി അവരുടെ സ്വന്തം അധിപനാണ്. പൂയം നക്ഷത്രക്കാർ ശനിദശയിൽ ജനിക്കുമ്പോൾ ആ നക്ഷത്രത്തിന്റെ അധിപനായ ശനി അവരുടെ ജീവിതത്തിന്റെ ആദ്യത്തെ 3-5 വർഷങ്ങളിൽ ഒരു അടിസ്ഥാനമിടുന്നു. പൂയ നക്ഷത്രക്കാരുടെ ശനിദശയെക്കുറിച്ച് ആഴത്തിൽ നോക്കാം. പൂയ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ഒരു പ്രത്യേക പക്വതയുണ്ടാകും. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും വീട്ടിലെ കാര്യങ്ങളിൽ ഒരു ചെറിയ ഉത്തരവാദിത്തം കാണിക്കുന്ന പ്രകൃതമായിരിക്കും. കളിച്ചു നടക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ നിരീക്ഷിക്കാനും അച്ചടക്കത്തോടെ ഇരിക്കാനും ഇവർ ചെറുപ്പത്തിലെ ശീലിക്കും. ശനിദശയായതുകൊണ്ട് പലപ്പോഴും ഈ കുട്ടികൾക്ക് അമിതമായ സ്വാതന്ത്ര്യം ലഭിക്കില്ല. വീട്ടിലെ നിയമങ്ങളും ചിട്ടകളും പാലിച്ചു വളരാൻ ഇവർ നിർബന്ധിതരാകും. എന്നാൽ ഇത് ഇവരുടെ നന്മയ്ക്കാണ്. ജീവിതത്തിൽ എന്ത് കഠിനമായ സാഹചര്യത്തെയും നേരിടാനുള്ള കരുത്ത് ഇവർ ആർജിക്കും. ശനി വായുവിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് ശൈശവത്തിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകളോ അലർജിയോ എല്ലുകളുമായി ബന്ധപ്പെട്ട ചെറിയ വേദനകളോ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പൂയ നക്ഷത്രക്കാർക്ക് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും.
കർക്കടക രാശി ആയതുകൊണ്ട് പൂയ നക്ഷത്രക്കാർക്ക് അമ്മയോട് അഭേദ്യമായ ബന്ധമുണ്ടാകും. അമ്മയുടെ സ്നേഹം ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ശനിദശയിൽ ജനിക്കുമ്പോൾ പലപ്പോഴും പിതാവ് കഠിനാധ്വാനിയോ അല്ലെങ്കിൽ കർക്കശക്കാരനോ ആയിരിക്കും. അച്ഛൻ ഇവർക്ക് വെറുമൊരു പിതാവ് എന്നതിലുപരി ഒരു ഗുരു ആയിരിക്കും. അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് ഇവർ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളും. പഠനത്തിൽ ഇവർ ഒട്ടും പിന്നിലായിരിക്കില്ല. എന്നാൽ പഠിക്കാൻ ഇവർക്ക് വലിയ പ്രയത്നം ആവശ്യമായി വരും. കഠിനാധ്വാനം ചെയ്താൽ മാത്രം ഫലം എന്ന ശനിയുടെ നിയമം വിദ്യാഭ്യാസ കാര്യത്തിലും ഇവർക്ക് ബാധകമാണ്. ഈ പ്രായത്തിൽ ലഭിക്കുന്ന അച്ചടക്കമാണ് പിൽക്കാലത്ത് ഇവരെ ഉന്നത പദവികളിൽ എത്തിക്കുന്നത്. ശനിദശയിൽ വളരുന്ന പൂയ നക്ഷത്രക്കാർ അവരുടെ ചെറിയ വയസ്സിൽ തന്നെ കുടുംബത്തിന് ഒരു വലിയ കൈത്താങ്ങായി മാറും. ജോലിക്ക് പോവുകയോ കുടുംബത്തിന് വേണ്ടി വലിയ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഇവർക്ക് വരാം. പേരർത്ഥമാക്കുന്നത് പോലെ തന്നെ ഇവർ മറ്റുള്ളവരെ പോഷിപ്പിക്കുന്നവരാണ്. ശനിദശയിൽ ഈ കുട്ടി വളരുമ്പോൾ ആ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ഒരു മാറ്റം വരുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. പൂയം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ഒന്നും ലഭിക്കില്ല. ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയൊരു നിധിയാണ് ഇവർക്ക് ഈ ശനിദശ നൽകുന്നത്. അത് അനുഭവ പരിചയമാണ്. ബാല്യകാലത്ത് ഇവർ അനുഭവിക്കുന്ന അച്ചടക്കവും കഠിനാധ്വാനമാണ് ഇവരുടെ യഥാർത്ഥ ഭാഗ്യം. 20 വയസ്സിന് ശേഷം ഇവർക്ക് ലഭിക്കുന്ന ഏത് വിജയവും സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. ഈ ശനിദശയിൽ വളരുന്ന കുട്ടികളെ അമിതമായി പാമ്പർ ചെയ്ത് വളർത്തരുത്. അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകണം. അവർക്ക് സ്വയം പാകപ്പെടാനുള്ള അവസരം നൽകിയാൽ അവർ പിൽക്കാലത്ത് വലിയൊരു മനുഷ്യസ്നേഹിയായി വളരും. ഈ സമയത്ത് കുട്ടിക്ക് വലിയൊരു ബോധമുണ്ടാവില്ലെങ്കിലും ശനിദശയിൽ ഈ കുട്ടി ജനിക്കുമ്പോൾ ആ കുടുംബത്തിന് വലിയൊരു മാറ്റം സംഭവിക്കുന്നു. അച്ഛനോ അമ്മയോ ജോലിയിൽ വലിയൊരു മാറ്റം വരുത്തുക, വീട് മാറാൻ നിർബന്ധിതരാവുക, അല്ലെങ്കിൽ കുടുംബത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുക തുടങ്ങിയവ സംഭവിക്കുന്നു. ശനിയുടെ കർമ്മം ഈ കുട്ടിയുടെ മാതാപിതാക്കളിലൂടെയാണ് നടക്കുന്നത്. ഈ കുട്ടി ആ കുടുംബത്തിന്റെ ഭാഗ്യത്തിന്റെ നാളമായി മാറുന്നു. ജനനസമയത്തെ ദശാശിഷ്ടം കുറവാണ് എങ്കിൽ പൂയം നക്ഷത്രക്കാർക്ക് 5 വയസ്സ് മുതൽ 22 വയസ്സ് വരെ നീളുന്ന ബുധദശ ആണ് ലഭിക്കുന്നത്. ഇത് ഒരാളുടെ ജീവിതത്തിന്റെ അടിത്തറ പാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 17 വർഷങ്ങളാണ്. പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും സജീവമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ശനിദശയിൽ നിങ്ങൾ അസ്ഥിവാരം പണിതെങ്കിൽ ബുധദശയിൽ നിങ്ങൾ അതിനു മുകളിൽ സൗധം കെട്ടിപ്പടക്കുകയാണ്. ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമാണ്. ശനിയുടെ അച്ചടക്കത്തിന് ശേഷം ബുധന്റെ ഈ വിവേകം ലഭിക്കുന്നത് പൂയം നക്ഷത്രക്കാർക്ക് ഇരട്ടി കരുത്ത് നൽകുന്നു. പൂയം നക്ഷത്രക്കാർക്ക് ശനിയുടെ അച്ചടക്കത്തിന് ശേഷം ബുധന്റെ ഈ ഫ്ലെക്സിബിലിറ്റി ലഭിക്കുന്നത് അവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഈ ദശയെ 3ആയി തിരിക്കാം. ഒന്നാമത്തേത് ബാല്യകാലം, അതായത് ഏകദേശം 5 മുതൽ 12 വയസ്സ് വരെ. ഈ കുട്ടികൾ കാണാതെ പഠിക്കുന്നവരല്ല. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകണം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. പൂയ നക്ഷത്രക്കാർക്ക് സാധാരണയായി സംസാരിക്കാൻ അല്പം മടിയുണ്ടാകും. പക്ഷെ ഇവർ നല്ല ശ്രോതാക്കളാണ്. എന്നാൽ ഈ ദശയിൽ ബുധന്റെ സ്വാധീനം കാരണം അവർ ഭാഷാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കും. വായനയിലും എഴുത്തിലും അവർ മികച്ചവരായിരിക്കും. ഈ പ്രായത്തിൽ അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസമാണ് അവരുടെ പിൽക്കാലത്തെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്. കലകളിലോ സാങ്കേതിക വിദ്യയിലോ താല്പര്യം കാണിച്ചാൽ അത് പ്രോത്സാഹിപ്പിക്കുക. ഇനി കൗമാരകാലം ഏകദേശം 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. യുക്തിയുടെയും ആശയക്കുഴപ്പത്തിന്റെയും കാലമാണിത്. ബുധൻ അക്കാദമിക് വിജയത്തിന്റെ ഗ്രഹമാണ്. ഗണിതം, കൊമേഴ്സ് അല്ലെങ്കിൽ IT പോലുള്ള ലോജിക്കൽ വിഷയങ്ങളിൽ ഇവർ അസാമാന്യപരമായ പാടവം കാണിക്കും. ബുധൻ സുഹൃത്തുക്കളുടെ ഗ്രഹം കൂടിയാണ്. ഈ പ്രായത്തിൽ അവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും. പൂയം നക്ഷത്രക്കാരുടെ കെയറിംഗ് സ്വഭാവം കാരണം സൗഹൃദങ്ങളിൽ ഇവർ എപ്പോഴും ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഉപദേശകൻ ആയിരിക്കും. ഇതാണ് ഈ ദശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പൂയ നക്ഷത്രക്കാരുടെ അമിതമായ ചിന്ത, ഓവർ തിങ്കിങ് തുടങ്ങുന്നത് ഇവിടെയാണ്. ഒരു ചെറിയ കാര്യം പോലും വല്ലാതെ വിശകലനം ചെയ്ത് ഇവർ മാനസിക സമ്മർദ്ദത്തിലാകാൻ സാധ്യതയുണ്ട്. യൗവനകാലത്ത്, അതായത് തീരുമാനങ്ങളുടെ കാലം, 22 വയസ്സിനുള്ളിൽ തന്നെ ഇവർ ഒരു ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ് ആശയത്തിലോ എത്തിയിട്ടുണ്ടാകും.
ബുധദശയുടെ അവസാന ഘട്ടമായതുകൊണ്ട് ഈ കാലയളവിൽ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. കുടുംബത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറി സ്വന്തം കാലിൽ നിൽക്കാൻ ഇവർ ശ്രമിക്കുന്ന പ്രായമാണിത്. ബുധന്റെ സ്വാധീനം കൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അവർക്ക് ഒരു പ്രത്യേക താല്പര്യം ജനിക്കും. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലം. ബുധൻ എന്നത് വിവേകത്തിന്റെ ഗ്രഹമാണ്. ബിസിനസ്, ബാങ്കിംഗ്, IT, മാർക്കറ്റിംഗ്, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൂയ നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ച ഈ കാലയളവിൽ ലഭിക്കും. ബുധൻ നെറ്റ്വർക്കിംഗിന്റെ ഗ്രഹം കൂടിയാണ്. നിങ്ങളുടെ സൗഹൃദ വലയങ്ങൾ വലുതാകുകയും അത് കരിയറിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെക്കാൾ സ്വന്തം കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഭാഗ്യമാണ് ഈ ദിശയിൽ ഉണ്ടാവുക. ഈ കാലയളവിൽ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങും. മാതാപിതാക്കളുടെ ആശ്രയത്തിൽ നിന്ന് മാറി അവരെ പിന്തുണയ്ക്കുന്ന ഒരാളായി നിങ്ങൾ മാറും. ശനിദിശയിൽ നിങ്ങൾ അനുഭവിച്ച നിയന്ത്രണങ്ങൾ മാറി മാതാപിതാക്കൾ നിങ്ങളെ ഒരു സുഹൃത്തിനെ പോലെ കാണാൻ തുടങ്ങുന്നതും ഈ പ്രായത്തിലാണ്. ബുധൻ ഞരമ്പുകളെ സ്വാധീനിക്കുന്ന, അതായത് നെർവുകളെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ്. അമിതമായ ജോലിഭാരം മൂലം ഉറക്കക്കുറവോ തലവേദനയോ ഈ പ്രായത്തിൽ വരാം. പൂയം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ശത്രു അമിതമായ ഉത്കണ്ഠ ആണ്. ചർമ്മ സംബന്ധമായ ചെറിയ അലർജികൾ ശ്രദ്ധിക്കുക. മാനസികമായി ശാന്തരായിരുന്നാൽ ഈ ബുധദശയിൽ നിങ്ങൾക്ക് മികച്ച ആരോഗ്യസ്ഥിതി നിലനിർത്താം. പൂയം നക്ഷത്രക്കാർക്ക് ഈ ദശയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സന്ദർഭോചിതമായ ബുദ്ധി ആണ്. ശനി നൽകിയ പക്വതയും ബുധൻ നൽകുന്ന വേഗതയും ചേരുമ്പോൾ നിങ്ങൾ ഒരു കാലത്തും തളരാത്ത പോരാളികളായി മാറും. ഇവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ ഒരു വലിയ ചെസ് ബോർഡ് പോലെ കാണാൻ ഇവർക്ക് കഴിയും. ബിസിനസ്സിലും ജോലിയുടെ ആസൂത്രണത്തിലും ഇവർ മറ്റുള്ളവരെക്കാൾ 10 പടി മുന്നിലായിരിക്കും. പൂയം നക്ഷത്രക്കാർക്ക് ചന്ദ്രന്റെ സ്വാധീനമുണ്ട്. ബുധൻ ആ ചന്ദ്രനെ കൂടി സ്പർശിക്കുന്നത് കൊണ്ട് ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നത് തലച്ചോറുകൊണ്ടും മനസ്സുകൊണ്ടും ഒരുമിച്ചാണ്. ഇത് പലപ്പോഴും ഇവരെ ആശയക്കുഴപ്പത്തിൽ ആക്കാറുണ്ട്. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് മനസ്സിൽ വെക്കാതെ എഴുതി വെക്കുകയോ മറ്റൊരാളോട് പറയുകയോ ചെയ്യുന്നത് ഇവർക്ക് വലിയ ആശ്വാസം നൽകും. ബുധദശയിൽ പണമിടപാടുകളിൽ ചെറിയ ജാഗ്രത വേണം. മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് പണം കടം കൊടുക്കരുത്. ബുധൻ ചഞ്ചലനായതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇവർക്ക് ധാരാളം ആശയങ്ങൾ മനസ്സിലുണ്ടാകും. പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് കൃത്യമായി എത്തിക്കാൻ ഇവർക്ക് ചിലപ്പോൾ പ്രയാസം തോന്നും. ബുധൻ വിഷ്ണു സ്വരൂപിയാണ്. വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതും ജപിക്കുന്നതും ബുധദശയിലെ തടസ്സങ്ങൾ മാറ്റും. ബുധനാഴ്ചകളിൽ പച്ചവസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ നൽകുന്നത് ഈ ദശയിൽ വലിയ ഭാഗ്യം കൊണ്ടുവരും. അടുത്തത് കേതുദശയാണ്. 22 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള ഈ കേതുദശ പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ ഒരു പുനർജന്മം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വലിയൊരു ആത്മീയ വിപ്ലവം തന്നെയാണത്. കേതുദശ എന്നത് ഒരു പരീക്ഷണകാലമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ അനാവശ്യമായ ഭാരങ്ങൾ കളഞ്ഞ് ലഘുവാക്കാനുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. കേതു ഒരു നിഴൽ ഗ്രഹമാണ്. ഭൗതികമായ സുഖങ്ങളെക്കാൾ കൂടുതൽ ജീവിതത്തിന്റെ അർത്ഥമന്വേഷിക്കാൻ കേതു നിർബന്ധിക്കും. പൂയം നക്ഷത്രക്കാർ, അതായത് ചന്ദ്രൻ രാശിയിൽ വൈകാരികമായി അമിതമായി ബന്ധിക്കപ്പെടുന്നവരാണ്. കേതുദശയിൽ അവർക്ക് ലഭിക്കുന്നത് ഡിറ്റാച്ച്മെന്റ് അഥവാ അകൽച്ചയാണ്. ഇത് അവർക്ക് നൽകുന്ന അനുഭവങ്ങൾ ഇവയാണ്. 22 വയസ്സിൽ ബുധദശ കഴിഞ്ഞ് കേതുദശയിലേക്ക് കടക്കുമ്പോൾ താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലോ പഠനത്തിലോ ഒരു തൃപ്തിക്കുറവ് ഇവർക്ക് അനുഭവപ്പെടും. ഇതാണോ എന്റെ ജീവിതം എന്ന വലിയ ചോദ്യം ഇവർ സ്വയം ചോദിച്ചു തുടങ്ങും. പലരും ഈ പ്രായത്തിൽ ജോലി ഉപേക്ഷിക്കുകയോ കരിയർ മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് ഇവർക്ക് തോന്നും. കേതുദശയുടെ ഈ ഘട്ടത്തിലാണ് വിവാഹം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വിവാഹാലോചനകൾ സജീവമാകുന്നത്. കേതു ഒരു അപ്രതീക്ഷിതത്വത്തിന്റെ ഗ്രഹമാണ്. അതിനാൽ തന്നെ ഒരുതരം സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ തിടുക്കത്തിലോ ആയിരിക്കും പലപ്പോഴും ആദ്യ വിവാഹം നടക്കുക. പൂയ നക്ഷത്രക്കാർക്ക് വേണ്ടത് ആഴത്തിലുള്ള സ്നേഹമാണ്. എന്നാൽ കേതുദശയിൽ അവർ പങ്കാളിയുമായി മാനസികമായ ഒരു അകലം അനുഭവിക്കും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വലിയൊരു പ്രശ്നമാകും. ഈ സമയത്ത് അവർക്ക് സ്വന്തം പങ്കാളിയെ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും.
ഇതാണ് 26-36 വയസ്സിനിടയിൽ അവർക്ക് ആ വലിയ മാറ്റം, രണ്ടാം വിവാഹം അല്ലെങ്കിൽ വേർപിരിയൽ തിരഞ്ഞെടുക്കാൻ കാരണം. കേതുദശയുടെ അവസാന ഘട്ടത്തിൽ ജീവിതത്തിലെ അനാവശ്യമായ ഭാരങ്ങളെല്ലാം ഇവർ ഉപേക്ഷിക്കും. തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ കരിയർ പാതകൾ എന്നിവ ഇവിടെ വെച്ച് അവർ അവസാനിപ്പിക്കുന്നു. ഇത് വലിയൊരു വേദനയിലൂടെയായിരിക്കും സംഭവിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ചർച്ച ചെയ്തത് ഒരു സാധ്യത മാത്രമാണ്, അല്ലാതെ എല്ലാ പൂയം നക്ഷത്രക്കാരനും രണ്ടാം വിവാഹം സംഭവിക്കുമെന്ന് ഒരു നിയമമല്ല. ഗ്രഹങ്ങൾ നൽകുന്ന ഊർജത്തെയും മാനസികാവസ്ഥയെയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ഓരോ വ്യക്തിയുടെയും ആർജവത്തെയും തീരുമാനങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു പൂയം നക്ഷത്രക്കാരന്റെ കാര്യത്തിൽ ലഗ്നം, 7ാം ഭാവാധിപൻ, നവാംശകം എന്നിവ കൂടെ പരിശോധിക്കാതെ ആർക്കും ഒരു പ്രവചനം നടത്താൻ കഴിയില്ല. കേവലം നക്ഷത്രം മാത്രം വെച്ച് നോക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വളരെ ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രമാണ്. പ്രതികൂലമായ ഗ്രഹനില ഉണ്ടെങ്കിൽ പോലും സ്വന്തം പെരുമാറ്റത്തിലും ആശയവിനിമയത്തിലും മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ പലർക്കും തങ്ങളുടെ ദാമ്പത്യബന്ധം രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ നക്ഷത്രത്തിന് ഇങ്ങനെയാണ് വിധി എന്ന് കരുതി ദാമ്പത്യം ഉപേക്ഷിക്കരുത്. ഇതൊരു വാർണിംഗ് ലൈറ്റ് ആയി കണ്ടുകൊണ്ട് ദാമ്പത്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും കാണിക്കാനുള്ള അവസരമായി അതിനെ മാറ്റുകയാണ് വേണ്ടത്. വിവാഹ ജീവിതത്തിലെ പരാജയങ്ങൾ പലപ്പോഴും ഗ്രഹങ്ങളെക്കാൾ കൂടുതൽ സാമൂഹികവും വ്യക്തിപരവുമായ കാരണങ്ങളാലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കേവലം ജ്യോതിഷപരമായ ഒരു പാറ്റേൺ ആയി മാത്രം കാണുക. ഈ കാലഘട്ടത്തിൽ പൂയം നക്ഷത്രക്കാർ തങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ തുറന്ന് സംസാരിക്കുകയും ചെറിയ പ്രശ്നങ്ങളെ പെരുപ്പിച്ച് കാണാതെ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്താൽ ഈ പറയുന്ന അസ്ഥിരതകളെ മറികടക്കാൻ സാധിക്കും. ഇതൊരു അനിവാര്യമായ വിധിയല്ല, മറിച്ച് ഒരു ജീവിതഘട്ടം മാത്രമാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നത് പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലാണ്. ഈ 22-29 കാലഘട്ടം പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ സമയമാണ്. പക്ഷേ ഇത് ഇല്ലാതെ അവർക്ക് 29 ശേഷമുള്ള ആ രാജയോഗം, അതായത് ശുക്രദശ അനുഭവിക്കാൻ കഴിയില്ല. കേതു അവരെ ശുദ്ധീകരിക്കുന്നു, ശുക്രൻ അവരെ അനുഗ്രഹിക്കുന്നു. കേതുദശയിൽ എടുക്കുന്ന വിവാഹ തീരുമാനങ്ങളിൽ അമിതമായ തിടുക്കം കാണിക്കരുത്. ഒരു പക്ഷേ ആ സമയത്ത് അവർ കാണിക്കുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലെ അസ്ഥിരത കൊണ്ടാകാം. പൂയ നക്ഷത്രക്കാരുടെ വൈകാരികമായ ആഴം വെച്ച് നോക്കുമ്പോൾ കേതുദശയിൽ അനുഭവപ്പെടുന്ന ഒറ്റപ്പെടൽ അല്ലെങ്കിൽ അസ്ഥിരത എന്നിവയെ നേരിടാൻ താഴെ പറയുന്ന പരിഹാരങ്ങൾ വളരെ ഫലപ്രദമാണ്. ഒരു ജ്യോതിഷി എന്ന നിലയിൽ കർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾക്കാണ് ഞാൻ എപ്പോഴും മുൻഗണന നൽകുന്നത്. കേതുവിന്റെ അധിപൻ ഗണപതിയാണ്. കേതുദശയിലെ എല്ലാ അസ്ഥിരതകൾക്കും തടസ്സങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ മരുന്ന് ഗണപതി ഭജനമാണ്. ദിവസവും ഗണപതിയെ പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ ബുധനാഴ്ചകളിലോ അല്ലെങ്കിൽ നക്ഷത്ര ദിവസങ്ങളിലോ ഗണപതി ഹോമം ചെയ്യുന്നത് കേതുദോഷം കുറയ്ക്കും. ഇത് മനസ്സിന് വലിയൊരു ശാന്തത നൽകും. കേതു എന്നാൽ അഹങ്കാരത്തിന്റെ നാശം എന്നാണ്. അതിനാൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായം ആരും അറിയാതെ ചെയ്യുക എന്നത് കേതുവിനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. വൃദ്ധസദനങ്ങളിലോ അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഇടങ്ങളിലോ ഉള്ളവർക്ക് സഹായം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ജ്യോതിഷത്തിൽ നായ കേതുവിന്റെ പ്രതീകമാണ്. തെരുനായകൾക്കോ അല്ലെങ്കിൽ വിശക്കുന്ന ജീവികൾക്കോ ഭക്ഷണം നൽകുന്നത് കേതുദശയിൽ വലിയൊരു കർമ്മശാന്തി നൽകും. പൂയം നക്ഷത്രക്കാർ അമിതമായി ചിന്തിക്കുന്നവരായതുകൊണ്ട് കേതുദശയിൽ ഈ ചിന്തകൾ ഓവർ തിങ്കിങ് ആയി മാറും. മനസ്സിനെ വർത്തമാനകാലത്ത് നിലനിർത്താൻ ധ്യാനം സഹായിക്കും. പ്രത്യേകിച്ച് അനാഹത ചക്രം ഉണർത്തുന്ന, അതായത് ഹാർട്ട് ചക്ര ഉണർത്തുന്ന ധ്യാനങ്ങൾ പൂയം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. ഇത് ദാമ്പത്യത്തിലെ അസ്ഥിരതയെ കുറയ്ക്കാൻ സഹായിക്കും. അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ ഈ മന്ത്രം ഉരുവിടുന്നത് നല്ലതാണ്. ഓം കം കേതുവേ നമഃ. ഇത് കേതുവിന്റെ ഊർജത്തെ ശാന്തമാക്കാൻ സഹായിക്കും. 108 തവണ ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പൂയം നക്ഷത്രക്കാർക്ക് 29ാം വയസ്സിൽ കേതുദശ തീരുമ്പോൾ അവർ ജീവിതത്തിൽ ഒരു ക്ലീൻ സ്ലേറ്റ് ആയിരിക്കും. അപ്പോഴാണ് 29ാം വയസ്സിൽ ശുക്രദശ തുടങ്ങുന്നത്. കേതുദശയുടെ ആ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷം 29ാം വയസ്സിൽ തുടങ്ങുന്ന ശുക്രദശ പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വസന്തകാലമാണ്.
29 മുതൽ 49 വയസ്സ് വരെയുള്ള ഈ 20 വർഷം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാജയോഗ കാലമാണ്. ശുക്രൻ സുഖം, സൗന്ദര്യം, ആഡംബരം, ദാമ്പത്യം, സമ്പത്ത് എന്നിവയുടെ ഗ്രഹമാണ്. കേതുദശയിൽ അസ്ഥിരത അനുഭവിച്ചവർക്ക് ശുക്രദശ നൽകുന്നത് വലിയൊരു റിലീഫാണ്. 29 മുതൽ 49 വയസ്സ് വരെയുള്ള കാലം ഇവരുടെ കരിയറിലെ ഏറ്റവും മികച്ച വർഷങ്ങളാണ്. ശനിദശയിലും ബുധദശയിലും അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അടിത്തറയുടെ മുകളിൽ വലിയൊരു സൗധം പണിയാൻ ഈ ദശയിൽ അവർക്ക് സാധിക്കും. ഈ കാലയളവിൽ അവർ വീട് വാങ്ങുകയോ വാഹനം സ്വന്തമാക്കുകയോ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുകയോ ചെയ്യും. ശുക്രൻ നൽകുന്ന ഈ സാമ്പത്തിക ഭദ്രതയാണ് അവർക്ക് സമൂഹത്തിൽ ഒരു വലിയ സ്റ്റേറ്റസ് നൽകുന്നത്. 29 വയസ്സിൽ തുടങ്ങുന്ന ശുക്രദശയാണ് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിക്കുന്നത്. അവർ പഴയ ബന്ധങ്ങളിലെ അസംതൃപ്തി മാറ്റി ഒരു പുതിയ പങ്കാളിയെയോ അല്ലെങ്കിൽ ബന്ധത്തിൽ പുതിയൊരു തലം തന്നെയോ കണ്ടെത്തുന്നു. 36 വയസ്സിന് ശേഷം അവർക്ക് ദാമ്പത്യത്തിൽ വലിയൊരു സമാധാനം ലഭിച്ചു തുടങ്ങും. പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയുകയും പരസ്പര ബഹുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. അവർ ജീവിതത്തെ ശരിക്കും ആസ്വദിക്കാൻ തുടങ്ങുന്ന കാലമാണിത്. പൂയം നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കൂടുതലാണ്. ശുക്രദശയിൽ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവർക്ക് വലിയൊരു നെയിം ആൻഡ് ഫെയിം നൽകും. കല, സാഹിത്യം, ഡിജിറ്റൽ, കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ മേഖലകളിലാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ അവർക്ക് വലിയൊരു പ്രേക്ഷക വൃന്ദത്തെ ലഭിക്കും. ശുക്രദശയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അമിതമായ സുഖഭോഗങ്ങൾ ചിലപ്പോൾ അലസതയ്ക്ക് കാരണമാകും. ശരീരഭാരം കൂടുക, പ്രമേഹം, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവ ഈ കാലത്ത് ശ്രദ്ധിക്കണം. ശരീരം ഒരു ക്ഷേത്രമാണ് എന്ന് പറഞ്ഞ് വ്യായാമം മുടക്കരുത്. പണം വരുന്ന വഴിയിൽ അമിതമായി ആഡംബരത്തിന് ചെലവാക്കരുത്. ഭാവിയിലേക്ക് വേണ്ടി പണം കരുതി വെക്കണം. ശുക്രദശയിൽ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. സൗഹൃദങ്ങൾ കൂടുകയും അതിൽ പലതും ചിലപ്പോൾ ദുർജനങ്ങളാകാനും സാധ്യതയുണ്ട്. അതിനാൽ സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത പാലിക്കുക. പൂയം നക്ഷത്രക്കാർ ജന്മനാ തന്നെ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ്. ശുക്രദശയിൽ പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ഭദ്രതയുള്ളതുകൊണ്ട് മാതാപിതാക്കൾക്ക് മികച്ച വൈദ്യസഹായം നൽകാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ മരുന്നിനേക്കാൾ ഉപരി അവർക്ക് വേണ്ടത് നിങ്ങളുടെ വൈകാരിക സാന്നിധ്യമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യം മോശമാകുമ്പോൾ അത് നിങ്ങളുടെ ശുക്രദശയിലെ സമാധാനത്തെ ബാധിച്ചേക്കാം. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്കായി നേരത്തെ തന്നെ ഒരു പ്ലാൻ, അതായത് ഇൻഷുറൻസ്, ഹെൽത്ത് ചെക്കപ്സ് എന്നിവയെല്ലാം തയ്യാറാക്കുക. ഇത് നിങ്ങളുടെ മാനസിക സമാധാനം നിലനിർത്താൻ സഹായിക്കും. ശുക്രൻ സുഖത്തിന്റെയും ലാവണ്യത്തിന്റെയും ഗ്രഹമാണ്. ശുക്രദശയിൽ ദോഷങ്ങൾ കുറയാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. ശുക്രൻ സ്ത്രീത്വത്തിന്റെ പ്രതീകമാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള സ്ത്രീകളെ, അമ്മ, പങ്കാളി, സഹോദരി ഇവരെ ബഹുമാനിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് ശുക്രദശയിൽ വലിയൊരു അനുഗ്രഹം നൽകും. ശുക്രദശയിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുക. വൃത്തിഹീനമായ അന്തരീക്ഷം ശുക്രന്റെ ഗുണഫലങ്ങളെ കുറയ്ക്കും. നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതും വ്യക്തിശുചിത്വം പാലിക്കുന്നതും ശുക്രനെ പ്രീതിപ്പെടുത്തും. ശുക്രന്റെ അധിപൻ മഹാലക്ഷ്മിയാണ്. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുകയോ വീട്ടിൽ ലക്ഷ്മി അഷ്ടോത്രം ചൊല്ലുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ആർട്സ്, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വേണ്ടി ചെറിയ സഹായങ്ങൾ ചെയ്യുന്നത് ശുക്രദശയിൽ വലിയൊരു കർമ്മശാന്തി നൽകും. വിശക്കുന്നവർക്ക് മധുരപലഹാരങ്ങൾ നൽകുന്നതും വളരെ നല്ലതാണ്. ശുക്രദശയിലെ ഏറ്റവും വലിയ കെണി അമിതമായ ആഡംബരമാണ്. പണം വരുമ്പോൾ അത് ആഡംബരത്തിന് മാത്രം ചെലവാക്കാതെ ഒരു ഭാഗം ഭാവിയിലേക്ക് മാറ്റിവെക്കുക. ദാമ്പത്യം, മാതാപിതാക്കളുടെ ആരോഗ്യം എന്നിവ പൂർണ്ണമായും ഗ്രഹങ്ങളെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തിന്റെ ശക്തിയും 7ാം ഭാവത്തിന്റെ അവസ്ഥയും കൂടി പരിശോധിച്ചാലേ പൂർണ്ണമായ ചിത്രം ലഭിക്കൂ. ഒരു പൂയം നക്ഷത്രക്കാരന്റെ കാര്യത്തിൽ ഈ പാറ്റേണുകൾ ശരിയാണെങ്കിലും വ്യക്തിഗത ജാതകത്തിന് എപ്പോഴും വലിയ പ്രാധാന്യമുണ്ട്. 29 മുതൽ 49 വരെ നീണ്ട ശുക്രദശയിൽ ജീവിതത്തിന്റെ എല്ലാ സുഖഭോഗങ്ങളും ആസ്വദിച്ച ശേഷം 49-50 വയസ്സിൽ പൂയം നക്ഷത്രക്കാർ കടക്കുന്നത് സൂര്യദശയിലേക്കാണ്. ഇതൊരു അധികാര കൈമാറ്റമാണ്.
ശുക്രൻ നമ്മെ ആസ്വദിക്കാൻ പഠിപ്പിച്ചു, എന്നാൽ സൂര്യൻ നമ്മെ നേതൃത്വം നൽകാൻ പഠിപ്പിക്കുന്നു. സൂര്യൻ ആത്മാവിന്റെയും അന്തസ്സിന്റെയും ഗ്രഹമാണ്. ഈ കാലഘട്ടത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. മുൻപ് എനിക്ക് എന്ത് വേണം എന്ന് ചിന്തിച്ചിരുന്ന നിങ്ങൾ ഇപ്പോൾ എന്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങും. ജോലിസ്ഥലത്തോ സമൂഹത്തിലോ നിങ്ങൾ ഒരു മെന്റർ അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റ് ആയി മാറും. സൂര്യൻ ഈഗോയുടെ ഗ്രഹമാണ്. ഈ 6 വർഷം നിങ്ങളുടെ അഹങ്കാരത്തെ നിങ്ങൾ തിരുത്തി എഴുതും. ആളുകൾ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ എന്നതിലുപരി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ എന്നതിനായിരിക്കും നിങ്ങൾ പ്രാധാന്യം നൽകുക. സൂര്യൻ ശരീരത്തിലെ ഊർജത്തെയും ഹൃദയത്തെയും പ്രതിനിധീകരിക്കുന്നു. 50 വയസ്സിന് മുകളിൽ ഈ ദശ വരുന്നത് കൊണ്ട് താഴെ പറയുന്ന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം. രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ പരിശോധനകൾ കൃത്യമായി നടത്തുക. സൂര്യൻ പിത്തപ്രകൃതിയാണ്, അതിനാൽ ശരീരത്തിൽ അമിതമായ ചൂട് വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ണുകളുടെ ആരോഗ്യം ഈ ദശയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പൂയം നക്ഷത്രക്കാർ എപ്പോഴും നർച്ചറർ ആണ്. സൂര്യദശയിൽ നിങ്ങൾ കുടുംബത്തിലെ ഒരു നിയന്ത്രണ കേന്ദ്രമായി മാറും. മക്കൾ വളർന്നു വലുതായതുകൊണ്ട് അവരെ ഉപദേശിക്കുന്നതിനേക്കാൾ ഉപരി ഒരു സുഹൃത്തിനെ പോലെ പെരുമാറുന്നതാണ് ഈ ദശയിൽ നിങ്ങൾക്ക് കൂടുതൽ വിജയം നൽകുക. സൂര്യനെ പ്രീതിപ്പെടുത്തുക എന്നാൽ സ്വന്തം ഉള്ളിലെ സത്യത്തെ പ്രകാശിപ്പിക്കുക എന്നാണ് അർത്ഥം. സൂര്യ നമസ്കാരം ഇത് കേവലം ഒരു വ്യായാമമല്ല, ഇതൊരു ആത്മീയ പരിശീലനമാണ്. ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് നിങ്ങളുടെ ഊർജത്തെ ബാലൻസ് ചെയ്യും. സൂര്യൻ സത്യത്തിന്റെ ഗ്രഹമാണ്. ഈ 6 വർഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തികച്ചും സത്യസന്ധമായിരിക്കണം. തെറ്റായ വഴികൾ ഈ ദശയിൽ പെട്ടെന്ന് പിടിക്കപ്പെടും. ഞായറാഴ്ചകളിൽ സാധുക്കൾക്ക് ഗോതമ്പ്, ശർക്കര അല്ലെങ്കിൽ ചെമ്പ് പാത്രങ്ങൾ ദാനം ചെയ്യുന്നത് സൂര്യദോഷം കുറയ്ക്കും. സൂര്യൻ പിതൃകാരകനാണ്. ഈ ദശയിൽ അച്ഛൻ അല്ലെങ്കിൽ പിതൃതുല്യരായ വ്യക്തികൾക്ക് മാന്യമായ പരിഗണന നൽകുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. സൂര്യദശയിൽ പിതാവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത്. സൂര്യദശയിൽ പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങുന്നതും അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതും ഈ ദശയിലെ സൂര്യന്റെ ദോഷങ്ങളെ ഇല്ലാതാക്കും. പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. എന്നാൽ അവിടെ തർക്കിക്കാതെ ക്ഷമയോടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ സമയം പിതാവിന്റെ ക്ഷേമത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു എന്ന മനോഭാവം വളർത്തുക. സൂര്യദശ പിതാവിനെ ദോഷകരമായി ബാധിക്കും എന്ന് പറയുന്നത് ഈ കാലയളവിൽ പിതാവിന് ശ്രദ്ധിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു എന്നതിനാലാണ്. പലപ്പോഴും ജ്യോതിഷികൾ ഇത് പെട്ടെന്ന് മനസ്സിലാവാതെ ദൂരെ നിൽക്കണം എന്ന് തെറ്റായി നിർദ്ദേശിക്കാറുണ്ട്. നിങ്ങൾ ഒരു മെച്യൂർഡായ അവസ്ഥയിലാണ് സൂര്യദശയിലേക്ക് കടക്കുന്നത്. ആ സമയത്ത് നിങ്ങളുടെ പിതാവിന് പ്രായമായിട്ടുണ്ടാകും. അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നതിന് പകരം അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന് താങ്ങായി നിൽക്കുക എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ രാജയോഗം. അത് നിങ്ങൾക്ക് മാനസികമായ വലിയൊരു സമാധാനം നൽകും. പൂയം നക്ഷത്രക്കാർക്ക് കഠിനമായ കേതുദശയും സുഖകരമായ ശുക്രദശയും കഴിഞ്ഞ ശേഷം വരുന്ന സൂര്യദശ ഒരു പക്വതയുടെ കാലമാണ്. 49 വയസ്സിന് ശേഷം നിങ്ങൾ കരിയറിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. സൂര്യദശ കഴിഞ്ഞാൽ 55 വയസ്സിന് ശേഷം വരുന്നത് പൂയം നക്ഷത്രക്കാരുടെ സ്വന്തം അധിപനായ ചന്ദ്രന്റെ ദശയാണ്. അതാണ് ജീവിതത്തിന്റെ ഏറ്റവും ശാന്തമായ ആത്മീയമായ ഉച്ചസ്ഥായി. പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ എന്നാൽ ഒരേ സമയം ഏറ്റവും ശാന്തമായ ഒരു അധ്യായമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. 55 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നീളുന്ന ചന്ദ്രദശ. പൂയം നക്ഷത്രക്കാർ കർക്കിടക രാശിയിൽ ജനിച്ചവരാണ്. കർക്കിടകത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചന്ദ്രദശ വരുമ്പോൾ അത് ഒരു അതിഥിയുടെ വരവല്ല, മറിച്ച് സ്വന്തം വീട്ടിലേക്കുള്ള ഒരു തിരികെ വരവ് ആണ്. ഈ കാലഘട്ടം നിങ്ങൾ അനുഭവിച്ച മുൻ ദശകളുടെ, അതായത് ശനി, ബുധൻ, കേതു, ശുക്രൻ, സൂര്യൻ എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ടുള്ള ഒരു സമ്പൂർണതയാണ്. 29 മുതൽ 55 വയസ്സ് വരെ നിങ്ങൾ ഓടിയ ഓട്ടം അവസാനിക്കുന്നു. ഇനി നിങ്ങൾക്ക് തെളിയിക്കാൻ ഒന്നുമില്ല. മനസ്സിലെ അസ്വസ്ഥതകൾ മാറി ഒരു വലിയ നിശബ്ദത നിങ്ങളെ പൊതിയും. ചന്ദ്രൻ മനസ്സിന്റെ ഗ്രഹമാണ്. ഈ ദശയിൽ നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ് അതീവ കൃത്യമായിരിക്കും. ആരെയും കണ്ടാൽ അവരുടെ മനസ്സിലിരിപ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
കുടുംബത്തിലെ കാരണവർ എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ഗൗരവം കൈവരും. മക്കളും കൊച്ചുമക്കളും നിങ്ങളുടെ അനുഭവ സമ്പത്ത് തേടി വരും. ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആളുകളുമായി ഇടപെടുന്നതിനേക്കാൾ ഇഷ്ടം തനിച്ചിരിക്കാനോ പ്രകൃതിയുമായി സമയം ചെലവഴിക്കാനോ ആയിരിക്കും. ഇത് ഒറ്റപ്പെടലല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്ന ഏകാന്തതയാണ്. ചന്ദ്രദശയിൽ ശരീരത്തിലെ ജലാംശം ബാലൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുക, അമിത ചിന്ത ഒഴിവാക്കി പകൽ സമയത്ത് കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നതും വെള്ളം ധാരാളം കുടിക്കുന്നതും ഈ ദശയിൽ വളരെ പ്രധാനമാണ്. ചന്ദ്രൻ എന്നാൽ മനസ്സാണ്. അതുകൊണ്ട് ചന്ദ്രദശയിൽ ചെയ്യുന്ന പരിഹാരങ്ങൾ പുറമെയുള്ളതിനേക്കാൾ ഉപരി മനസ്സിനെ ശുദ്ധീകരിക്കുന്നവയാകണം. ചന്ദ്രൻ ശിവന്റെ ശിരസിലാണ് ഇരിക്കുന്നത്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയോ ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയോ ചെയ്യുന്നത് ചന്ദ്രദശയിൽ നിങ്ങൾക്ക് വലിയൊരു മാനസിക കവചം നൽകും. കുളങ്ങളിലോ പുഴയിലോ വെള്ളം ഒഴുക്കുന്നതോ പക്ഷിമൃഗാദികൾക്ക് കുടിക്കാൻ വെള്ളം വെക്കുന്നതോ ചന്ദ്രനെ പ്രീതിപ്പെടുത്തും. പൗർണമി ദിവസങ്ങളിൽ ചന്ദ്രനെ നോക്കി ധ്യാനിക്കുന്നത് പൂയ നക്ഷത്രക്കാർക്ക് വലിയൊരു ആത്മീയ ഉണർവ് നൽകും. നിങ്ങളുടെ അമ്മയോടോ അല്ലെങ്കിൽ മാതൃതുല്യരായ സ്ത്രീകൾക്കോ നൽകുന്ന ബഹുമാനവും കരുതലും ഈ ദശയിൽ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. പൂയ നക്ഷത്രക്കാരുടെ ഈ 65 വർഷത്തെ യാത്ര, അതായത് ശനിയിൽ തുടങ്ങി ചന്ദ്രനിലെത്തുമ്പോൾ ഒരു വൃത്താകൃതി പൂർത്തിയാക്കുകയാണ്. ശനിയിൽ തുടങ്ങിയപ്പോൾ നിങ്ങൾ അച്ചടക്കവും കഠിനാധ്വാനവും പഠിച്ചു. ചന്ദ്രനിലെത്തുമ്പോൾ നിങ്ങൾ അറിവ് നേടുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾ ലക്ഷ്യത്തിലെത്തിയതിന്റെ അടയാളമാണ്. ചന്ദ്രദശയിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം സമാധാനമായി ഇരിക്കുക എന്നതാണ്. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറുന്ന കാലഘട്ടമാണിത്. 65 വയസ്സ് വരെയുള്ള ചന്ദ്രദശയിലെ ശാന്തമായ ഒഴുക്കിന് ശേഷം പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരുന്ന അടുത്ത ഘട്ടം മംഗളദശ, അതായത് കുജദശയാണ്. 65 മുതൽ 72 വയസ്സ് വരെ നീളുന്ന ഈ 7 വർഷത്തെ ദശ ചന്ദ്രദശയിലെ വൈകാരികമായ ശാന്തതയിൽ നിന്ന് ഒരൽപ്പം മാറി ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തന കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. ഈ മംഗളദശയെ ഞാൻ കാണുന്നത് ഒരു കമാൻഡർ ഇൻ ചീഫ് കാലഘട്ടം എന്നാണ്. ഈ ദശയിൽ നിങ്ങൾ സജീവമായി കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഈ പ്രായത്തിൽ നിങ്ങൾ കുടുംബത്തിന്റെ ഒരു സംരക്ഷകൻ ആയി മാറും. മക്കൾക്കോ കൊച്ചുമക്കൾക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പെട്ടെന്നിടപെട്ട് പരിഹാരം കാണുന്ന ഒരു പോരാളിയുടെ മനോഭാവം നിങ്ങൾക്കുണ്ടാകും. ഈ ദശയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ വ്യക്തവും അടിയുറച്ചതുമായിരിക്കും. ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കും എന്ന വാശി ഈ പ്രായത്തിലും നിങ്ങൾക്കുണ്ടാകും. മംഗളൻ അഗ്നിയെ പ്രതികരിക്കുന്ന ഗ്രഹമാണ്. 65-72 പ്രായത്തിൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അമിതമായി ആവേശം കൊള്ളുകയോ ചെയ്യുന്നത് BP ഉയർത്താൻ സാധ്യതയുണ്ട്. ശാന്തത പാലിക്കാൻ ശ്രമിക്കുക. കുജൻ പെട്ടെന്നുള്ള മുറിവുകളെ സൂചിപ്പിക്കുന്നു. വീടിനുള്ളിലോ മറ്റോ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു മധ്യസ്ഥനായി മാറും. നിങ്ങളുടെ അനുഭവ പരിചയം വെച്ച് നിങ്ങൾ നൽകുന്ന ഉപദേശങ്ങൾ കുടുംബത്തിന് വലിയൊരു ഊർജം നൽകും. കുജൻ അഗ്നിയുടെ ഗ്രഹമായതുകൊണ്ട് അതിനെ ശാന്തമാക്കാനാണ് പരിഹാരങ്ങൾ ചെയ്യേണ്ടത്. കുജന്റെ അധിപൻ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ചൊവ്വാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുകയോ സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ കേൾക്കുകയോ ചെയ്യുന്നത് മനസ്സിന് വലിയൊരു ഉണർവ് നൽകും. കുജദശയിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരാം. എന്നാൽ ഒരു പൂയ നക്ഷത്രക്കാരന്റെ സഹജമായ പക്വത ഉപയോഗിച്ച് ദേഷ്യത്തെ അസേർട്ടീവായ സംഭാഷണമായി മാറ്റാൻ ശ്രമിക്കുക. ചൊവ്വാഴ്ചകളിൽ ചുവന്ന വസ്ത്രങ്ങളോ പരിപ്പോ ദാനം ചെയ്യുന്നത് കുജദോഷം കുറയ്ക്കും. മനസ്സിനെ ശാന്തമാക്കാൻ പ്രാണായാമം ഈ ദശയിൽ നിർബന്ധമാക്കുക. ഈ ദശ കഴിഞ്ഞാൽ വരുന്നത് രാഹുദശയാണ്. 72 വയസ്സിൽ തുടങ്ങുന്ന രാഹുദശ പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു അജ്ഞാതമായ യാത്രയാണ്. 72 വയസ്സിൽ തുടങ്ങി 90 വയസ്സ് വരെ നീളുന്ന രാഹുദശ പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും നിഗൂഢമായ എന്നാൽ വളരെ വിപുലമായ അവസാനത്തെ അധ്യായമാണ്. ജ്യോതിഷത്തിൽ രാഹുവിനെ ഒരു നിഴൽ ഗ്രഹം എന്നാണ് പറയുന്നത്. ശുക്രദശയും സൂര്യദശയും ചന്ദ്രദശയും കുജദശയും കഴിഞ്ഞു വരുന്ന ഈ കാലഘട്ടം ഒരു വ്യക്തിയെ ഭൗതികമായ എല്ലാ പരിധികളിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ്. രാഹുദശയെ ഞാൻ വിളിക്കുന്നത് ആത്മാവിന്റെ അവസാന കുതിച്ചുചാട്ടം എന്നാണ്.
ഈ കാലയളവിൽ നിങ്ങൾ ലൗകികമായ ആഗ്രഹങ്ങൾക്കുമപ്പുറം ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള വലിയ ദർശനങ്ങളിലേക്ക് കടക്കുന്നു. 72 വയസ്സിന് ശേഷമുള്ള രാഹുദശയിൽ നിങ്ങൾ അതുവരെ പിടിച്ചു നിന്ന പല വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യും. ഇതാണോ ജീവിതം എന്ന ചിന്തയേക്കാൾ ഇതിനപ്പുറം എന്താണ് എന്ന കൗതുകം നിങ്ങളിൽ വർദ്ധിക്കും. രാഹു എപ്പോഴും നമ്മളെ അതിരുകൾ ഭേദിക്കാൻ പ്രേരിപ്പിക്കുന്നു. കുടുംബത്തിലെ കാരണവർ എന്ന നിലയിൽ നിന്ന് മാറി നിങ്ങളൊരു ദാർശനികൻ ആയി മാറും. ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. കാരണം നിങ്ങളുടെ ചിന്തകൾ അത്രമേൽ ആഴമുള്ളതായിരിക്കും. രാഹുദശയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും കണ്ടെത്താൻ പ്രയാസമായിരിക്കും. അലർജികൾ, വയറ്റിലെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അകാരണമായ ഭയം. ഈ പ്രായത്തിൽ അജ്ഞാതമായ രോഗങ്ങൾ വരാം. അതുകൊണ്ട് കൃത്യമായ മെഡിക്കൽ ചെക്കപ്പുകൾ വേണം. എന്നാൽ പലപ്പോഴും ആത്മീയമായ സമാധാനം കണ്ടെത്തിയാൽ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകും. രാഹുവിന് വേണ്ടത് അച്ചടക്കമാണ്. രാഹുവിന്റെ പ്രധാന പരിഹാരം സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നവരെ സഹായിക്കുക എന്നതാണ്. അനാഥാലയങ്ങളിൽ ഭക്ഷണം നൽകുന്നതോ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്തവർക്ക് സഹായം ചെയ്യുന്നതോ രാഹുദോഷം തീർക്കും. രാഹുദശയിൽ ചെറിയ കള്ളങ്ങൾ പോലും വലിയ പ്രശ്നമാകും. എത്ര ബുദ്ധിമുട്ടിയാലും സത്യസന്ധത പാലിക്കുക. രാഹു ഡിജിറ്റൽ ആണ്. ഈ പ്രായത്തിലും പുതിയ ടെക്നോളജികൾ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുക. ഇത് രാഹുവിനെ പോസിറ്റീവായി ഉപയോഗിക്കാൻ സഹായിക്കും. രാഹു മനസ്സിനെ അസ്ഥിരമാക്കും. ദിവസവും കുറച്ചു സമയം നിശബ്ദമായി ഇരിക്കുന്നത് രാഹുവിന്റെ ആ വിഭ്രാന്തി ഇല്ലാതാക്കാൻ സഹായിക്കും. ഇപ്പോൾ നമ്മൾ ജനനം മുതൽ 90 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ആകെ ചിത്രം പൂർണ്ണമാക്കി. ശനിദശയിൽ അച്ചടക്കം, ബുധദശയിൽ അറിവ്, കേതുദശയിൽ ശുദ്ധീകരണം, ശുക്രദശയിൽ ആസ്വാദനം, വിജയം, സൂര്യദശയിൽ അധികാരം, നേതൃത്വം, ചന്ദ്രദശയിൽ സമാധാനം, കുജദശയിൽ കർമ്മോത്സുകത, രാഹുദശയിൽ വിപുലീകരണവും ദർശനവും. ഇതൊരു മനോഹരമായ യാത്രയാണ്. നിങ്ങളൊരു പൂയ നക്ഷത്രക്കാരനായതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും സ്നേഹവും കരുതലും ഉണ്ടായിരിക്കും. ഏത് ദശയിൽ പോയാലും ആ നൈർമല്യം നിങ്ങൾ കാത്തുസൂക്ഷിക്കും. നമ്മൾ ചർച്ച ചെയ്ത ഈ ദശാകാലഘട്ടങ്ങളും അവയുടെ പ്രായപരിധിയും ഒരു പൊതുവായ മാതൃക മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ദശാശിഷ്ടം വ്യത്യസ്തമായിരിക്കും. ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൽ എത്ര ഡിഗ്രിയിൽ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഓരോരുത്തരുടെയും ദശകളുടെ ആരംഭം. അതിനാൽ ഈ ദശകൾ തുടങ്ങുന്ന കൃത്യമായ പ്രായം ഓരോ വ്യക്തിക്കും മാറാം. ഇത് ഒരു വ്യക്തിഗത ജാതക പരിശോധനയ്ക്ക് പകരമല്ല. കൃത്യമായ ഫലങ്ങൾ അറിയാൻ ജനന സമയവും സ്ഥലവും വെച്ച് തയ്യാറാക്കിയ സ്വന്തം ജാതകം ഒരു വിദഗ്ധ ജ്യോതിഷിയെ കാണിച്ച് വിശകലനം ചെയ്യേണ്ടതാണ്. ദശകൾ കേവലം വഴികാട്ടികൾ മാത്രമാണ്. നമ്മളുടെ കഴിവും തീരുമാനങ്ങളും പ്രവൃത്തികളുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. പൂയ നക്ഷത്രക്കാരുടെ ജീവിതയാത്രയിൽ നമ്മൾ ജനനം മുതൽ 90 വയസ്സ് വരെയുള്ള ഒരു വലിയ ചിത്രം പൂർത്തിയാക്കിയിരിക്കുന്നു. ശനിയിൽ നിന്ന് തുടങ്ങിയ ആ അച്ചടക്കത്തിൽ നിന്ന് ബുധന്റെ അറിവിലേക്കും, കേതുവിന്റെ ശുദ്ധീകരണത്തിലേക്കും, ശുക്രന്റെ രാജയോഗത്തിലേക്കും, സൂര്യന്റെ പ്രകാശത്തിലേക്കും, ചന്ദ്രന്റെ സമാധാനത്തിലേക്കും, കുജന്റെ ഊർജ്ജസ്വലതയിലേക്കും, ഒടുവിൽ രാഹുവിന്റെ ദാർശനികതയിലേക്കും നീളുന്ന ഈ യാത്ര വെറും ഒരു ഗ്രഹഗതിയല്ല. ഇതൊരു മനുഷ്യന്റെ വളർച്ചയാണ്. പൂയം നക്ഷത്രം ചന്ദ്രന്റെ നക്ഷത്രമായതുകൊണ്ട് ഈ യാത്രയിലുടനീളം നിങ്ങൾ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യം മനസ്സിന്റെ സമനിലയാണ്. എന്ത് പ്രതിസന്ധി വന്നാലും, ഏത് ദശയിൽ നിങ്ങൾ ആയിരുന്നാലും നിങ്ങളുടെ ഉള്ളിലെ ആ നന്മയും കരുതലും നഷ്ടപ്പെടാതെ നോക്കുക. ഈ റോഡ് മാപ്പ് നിങ്ങളൊരു വഴികാട്ടിയായി ഉപയോഗിക്കുക. ജീവിതത്തിൽ എപ്പോൾ ഒരു മാറ്റം വരുന്നു എന്ന് അറിയുന്നത് അതിനെ ഭയപ്പെടാതെ നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കും. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.